പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റംസാൻ മാസം വരികയാണ്. നോമ്പ് ആരംഭിക്കുന്നു. നോമ്പിനെക്കുറിച്ച് ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. നേച്ചർ ലൈഫ് TV-യുടെ മുൻകാല എപ്പിസോഡുകളിലേക്ക് കടന്നാൽ നോമ്പിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വീക്ഷണത്തിൽ നോമ്പെങ്ങനെ ആവണം, അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതേവരെ പറയാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് റംസാൻ നോമ്പിനെ നാം ഒന്നുകൂടെ വിശകലനം ചെയ്യുകയാണ്. ഒരു പ്രകൃതി ചികിത്സകൻ എന്ന നിലയിൽ നോമ്പിനെ, ഉപവാസത്തിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാരീരിക ശുദ്ധീകരണത്തിൻ്റെ, ആന്തരികമായ വൃത്തിയാക്കലിൻ്റെ, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക് ഉണരാനും ഉണർന്ന് പ്രവർത്തിക്കാനും സാഹചര്യമൊരുക്കുന്ന ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. നിരവധിയായ രോഗങ്ങളെ പാടേ തുടച്ചു നീക്കാനും ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കാനും ഉപവാസത്തിന് സാധിക്കുന്നത് പോലെ മറ്റൊന്നിനും സാധിക്കില്ല. പക്ഷെ ആളുകൾക്കെല്ലാം ഉപവാസത്തെ പേടിയാണ്. ക്രിസ്ത്യാനികളുടെ നോമ്പും വരികയാണ്. അത് റംസാൻ നോമ്പിൻ്റെ അത്ര ചിട്ടയൊത്തതല്ല, അത്രയേറെ കർക്കശമല്ല, കഠിനമല്ല. ഷഷ്ഠിയും ഏകാദശിയുമായി ഹൈന്ദവർക്ക് ഉപവാസമുണ്ട്. മരണാനന്തര കർമ്മങ്ങളിലൂടെ വീട്ടിലുള്ളവരെയെല്ലാം, അടുത്ത ബന്ധുക്കളെയെല്ലാം ഒരു സെമി നോമ്പിൻ്റെ പ്രാർത്ഥനയുടെ അനുഷ്ഠാനത്തിൻ്റെ രീതിയിൽ ഒതുക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൽ ഒരാൾ മരിക്കുമ്പോൾ അനാരോഗ്യം കാരണമാവാൻ നല്ല സാധ്യതയുണ്ട്. ആ അനാരോഗ്യത്തിന് കാരണം ആ വീട്ടുകാർ തുടർന്നു കൊണ്ടിരിക്കുന്ന ഭക്ഷണ രീതിയാവാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇടയ്ക്ക് പുട്ടിന് പീരയിടുന്നത് പോലെ ഭക്ഷണക്രമം പാടെ മാറ്റുന്ന രീതിയിലുള്ള പുല ആചരണമൊക്കെ ഹൈന്ദവ വിശ്വാസികൾക്കുള്ളത്. ജൈനമതസ്ഥർക്ക് അതികഠിനമായ ഉപവാസ രീതികളുണ്ട്. നീണ്ടു നിൽക്കുന്ന ഉപവാസ രീതികൾ വരെയുണ്ട്. 100-110 ദിവസമൊക്കെ വെള്ളവും കുടിച്ച് ഉപവസിക്കുന്ന ജൈനമതസ്ഥർ. ബുദ്ധമതസ്ഥർക്കും കഠിനമായ ഉപവാസചര്യകളുണ്ട്. തായ്ലാൻഡിൽ 100 ദിവസത്തിലധികം ഉപവസിച്ച ഒരു ബുദ്ധ സന്യാസിയെ കാണാനും എൻ്റെ നിർദ്ദേശങ്ങൾ നൽകാനുമുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അനുയായികളെല്ലാം പരിഭ്രമിച്ച് ബാങ്കോക്കിൽ നിന്നും കാഞ്ചനോപുരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോവുകയായിരുന്നു. ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഈ കുഞ്ഞാശ്രമത്തിൽ നിന്ന് 100 ദിവസത്തെ ഉപവാസമിരിക്കുന്ന സന്യാസി എന്നെ സ്വീകരിക്കാൻ അല്പം പടവുകൾ ഇറങ്ങി താഴേക്ക് വന്നത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. നോമ്പ് അല്ലെങ്കിൽ ഉപവാസം അല്പം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് റംസാൻ നോമ്പ്. മറ്റു തരത്തിലുള്ള നോമ്പുകൾ, ഇപ്പോൾ പ്രകൃതി ചികിത്സയുടെ ഭാഗമായി നേച്ചർ ലൈഫിൽ വരുന്ന ഒരു രോഗിക്ക് ഉപവാസം ഞങ്ങളായിട്ട് നിർബന്ധപൂർവം വിധിക്കാറില്ല. ആ രോഗിയുടെ മനസ്സ് ഇഷ്ടപ്പെട്ടാണ് ഉപവാസത്തിലേക്ക് നീങ്ങുന്നതെങ്കിൽ മാത്രമാണ് ഉപവാസത്തിന് ഫലമുണ്ടാക്കാൻ സാധിക്കുക, നോമ്പിന് ഗുണമുണ്ടാക്കാൻ സാധിക്കുക. എന്താ ചെയ്യുക, നിർബന്ധമാണല്ലോ, മതപരമായ ചടങ്ങാണ്, ഇല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കില്ല, പള്ളിക്കാർ സമ്മതിക്കില്ല, ബാക്കിയുള്ളവരെന്ത് കരുതും എന്നെല്ലാം കരുതി വേണ്ടാവർത്തിച്ച് നോമ്പെടുക്കുന്നവരുമുണ്ട്. തലയിൽ മുണ്ടിട്ട് ഹോട്ടലിൻ്റെ പുറകിലൂടെ വന്ന് എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അരുവി പ്രകൃതി ഹോട്ടൽ
25 കൊല്ലം ഞാൻ നടത്തി. ഇപ്പോൾ അത് കൊല്ലത്ത് ആശ്രമ മൈതാനത്തിനടുത്താണുള്ളത്. നോമ്പിൻ്റെ സമയത്ത് ഹോട്ടലിൻ്റെ പിന്നിലൂടെ വന്ന് കിട്ടുന്നതെല്ലാം വാങ്ങി തിന്ന് ആരും കാണാത്ത രീതിയിൽ ഇറങ്ങിപ്പോകുന്നവരെ എൻ്റെ ജീവനക്കാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതവരെ നശിപ്പിക്കത്തേ ഉള്ളൂ. ആ നോമ്പ് ആപത്തായിട്ടേ വരൂ. ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ വ്യക്തിയുടെ തകർച്ചയ്ക്കല്ലാതെ ഗുണത്തിനത് വരില്ല. തകർച്ചയ്ക്ക് ഇടയാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ സാന്നിധ്യമില്ലാതെ, മനസ്സിൻ്റെ തീരുമാനമില്ലാതെ, മനസ്സിൻ്റെ അംഗീകാരമില്ലാതെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നിവൃത്തിയില്ലായ്മയിൽ നിന്ന് നോമ്പെടുക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ദുർബലരാക്കും. ആത്മീയമായും മാനസികമായും ശാരീരികമായും ദുർബലരാക്കും. അത് തന്നെ പല രോഗങ്ങളിലേക്കും നിങ്ങളെ തള്ളിയിടും. പല രോഗങ്ങളും അത്തരത്തിലുള്ള മനസ്സിനെതിരായ, സ്വന്തം ഇഷ്ടത്തിനെതിരായ, സ്വന്തം തീരുമാനത്തിനെതിരായ നടപടികൾ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക്, വ്യക്തിപരമായ തകർച്ച, പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലേക്ക് നിങ്ങളെ തള്ളിയിടും. നിങ്ങളുടെ മുഖത്തിൻ്റെ ലക്ഷണം പോലും മാറിപ്പോകും. എങ്ങനെയാണ് ഒരു പോലീസുകാരനെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുക? എങ്ങനെയാണ് നല്ല ഒരു രാഷ്ട്രീയക്കാരനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുക? നല്ലൊരു അധ്യാപകനെ, അധ്യാപികയെ, നല്ലൊരു ഡാൻസ് ടീച്ചറെ, ഒരു പൂജാരിയെ, ഒരു കള്ളന് കള്ളലക്ഷണം വരുന്നത്? ഇപ്പോൾ മനസ്സിലുള്ള കോൺഫ്ലിക്റ്റ്, യുദ്ധം, മനസ്സിൽ നടക്കുന്ന വിചാരങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് വരുത്തും. ഞാൻ അത് കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അങ്ങനെ കൂടുതൽ വരികയാണെങ്കിൽ അതിൻ്റെ സൂക്ഷ്മമായ തലത്തിലേക്ക്, പ്രത്യേകിച്ച് എൻ്റെ ശ്രീമതി ഡോക്ടർ സൗമ്യ ഒരു സൈക്കോളജിസ്റ്റാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ, അവരുമായി ചേർന്ന് നമുക്ക് ഈ നോമ്പിൻ്റെ മാസങ്ങളിൽ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, മനസ്സിനെ ഒരുക്കണം. നോമ്പിലേക്ക് കടക്കുന്ന വ്യക്തി തൻ്റെ ആത്മീയമായ നവോത്ഥാനത്തിന്, മനഃശക്തി വർദ്ധിപ്പിക്കുന്നതിന്, ആന്തരികമായ ശരീരത്തിൻ്റെ ഉള്ളിൽ ശുദ്ധീകരണം നടത്തുന്നതിനാവശ്യമായ പരിപാവനമായ ഒരു പ്രക്രിയയിലേക്ക് ഏർപ്പെടുകയാണ്. പ്രാർത്ഥനയുടെ, ശുദ്ധമായ പരിശുദ്ധമായ ഭക്ഷണത്തിൻ്റെ, സേവനത്തിൻ്റെ, സാധുക്കളെ സഹായിക്കുന്നതിൻ്റെ, കരുണയുടെ, ദയയുടെ, കൊല്ലത്തിൽ 365 ദിവസവും കൊടുക്കാനും കരുണ കാണിക്കാനും മനുഷ്യന് സാധിച്ചാൽ അത് എത്രയോ ധന്യമായൊരു ജീവിതമാണ്. പക്ഷെ ഈ മാസമെങ്കിലും, റംസാൻ മാസമെങ്കിലും അതിലേക്ക് ദൃഷ്ടി ഊന്നി അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് വരികയാണ്. പുട്ടിന് പീരയിടുന്നത് പോലെ സ്വാർത്ഥ താല്പര്യം ഒന്ന് കുറച്ച് മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളത് തുറക്കുന്ന സക്കാത്തുകളുടെ മാസമാണ്. ഇഫ്താർ വിരുന്നുകളുടെ മാസമാണ്. കൂട്ടായ്മയുടെ, മറ്റുള്ളവരെ പരിഗണിക്കുന്നതിൻ്റെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ, ഒരുമിച്ച് നോമ്പ് നോക്കുന്നതിൻ്റെ, ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതിൻ്റെ എല്ലാം കൂട്ടായ്മയുടെ, സോഷ്യൽ ബോണ്ടിങ്ങിൻ്റെ, ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക സഹോദരന്മാരുടെ, സഹോദരിമാരുടെ കൂട്ടായ്മയുടെ കരുത്തിൻ്റെ, ശക്തിയുടെ കൈകോർത്ത് പിടിക്കലിൻ്റെ മാസമാണ്. ഇത് എല്ലാ മതസ്ഥർക്കും ഉള്ളതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മറ്റു മതസ്ഥർക്ക് ഇല്ലാത്ത രീതിയിലുള്ള ചിട്ട വരുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ, വെളുപ്പിന് 4 മണി തുടങ്ങി വൈകിട്ട് 6-6:30 മണി വരെ
വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്നുള്ള നിഷ്കർഷയാണ്, നിർബന്ധമാണ്. ആഹാരവും പാടില്ല, വെള്ളവും പാടില്ല. ലൈംഗികമായ ചിന്തകളോ ബന്ധപ്പെടലോ പാടില്ല. അങ്ങനെയുള്ള പല നിഷ്കർഷകളാണ് റംസാൻ നോമ്പിനുള്ളത്. അത് കൃത്യമായി ചെയ്യുന്ന പലരും അത് കഴിഞ്ഞ് ചരട് പൊട്ടിയ പട്ടം പോലെയാണ്. നോമ്പിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ നോമ്പ് മാറി ആഹാരമേളയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ, ഒരു അബദ്ധധാരണ പലർക്കും ഉണ്ട്. അത് മാറ്റണം. പ്രവാചകൻ നോമ്പെടുത്തതുപോലെ നോമ്പെടുത്താൽ ഇന്ന് നോമ്പിലെ തീറ്റ മഹോത്സവം പാടേ നിലയ്ക്കും. ചെയ്യരുത്. നോമ്പിൻ്റെ മാസം ആഹാര ആഘോഷത്തിൻ്റേതല്ല. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ 3 മിനിറ്റ് നിങ്ങൾക്ക് പഴങ്ങൾ, അതും വെള്ളം ധാരാളമുള്ള പഴങ്ങൾ കഴിക്കാം. കരിക്കാവാം, ജ്യൂസുകളാവാം. ആകുകയും വേണം. കാരണം നോമ്പിൽ വരാനിടയുള്ള തെറ്റുകൾ ശരീരത്തിന് സമ്മാനിക്കുന്നത് നിർജ്ജലീകരണമാണ്, ഡീഹൈഡ്രേഷനാണ്. നോമ്പിനെ ദുരിതമാക്കുന്നത്, ബുദ്ധിമുട്ടുള്ളതാക്കുന്നത്, കഷ്ടപ്പാടുള്ളതാക്കുന്നത്, വേണ്ടത്ര ഗുണം നൽകാതെ പോകുന്നത്, ഒരുപക്ഷെ വിപരീതമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നത് വേണ്ടത്ര വെള്ളം കുടിക്കാതെ വരുമ്പോഴാണ്. അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ ഒരു കാരണവശാലും നോമ്പിൽ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ സാധനങ്ങളുണ്ട്, നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങളുണ്ട്. നിങ്ങൾ നിർബന്ധമായും കഴിക്കേണ്ടത് വെള്ളം ധാരാളമുള്ള പഴങ്ങൾ, ഉണക്കപ്പഴങ്ങൾ കഴിക്കരുത്, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കരുത്. അതേപോലെ നട്ട്സ് നിങ്ങൾക്കാകാം, അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളും വിത്തുകളും ആവാം. അതാവട്ടെ ഒരിക്കലും വറുക്കരുത്, അത് അമിതവുമാവരുത്, മിതമായിരിക്കണം. നിങ്ങളുടെ ദഹനശക്തിക്ക് യോജിച്ചതാവണം. പഴങ്ങൾ നിങ്ങൾക്ക് ധാരാളം കഴിക്കാം. വേവിക്കാത്ത പച്ചക്കറികൾ ധാരാളം ഉണ്ടാകണം. ചമ്മന്തി അരച്ചും. ഇപ്പോൾ പലർക്കും വേവിക്കാത്ത പച്ചക്കറികൾ കടിച്ചു തിന്നാൻ പ്രായം ചെന്നവർക്ക് പല്ലുണ്ടായെന്ന് വരില്ല. അവർക്ക് ചമ്മന്തി അരച്ച് കഴിക്കാം. അതേപോലെ വെജിറ്റബിൾ ജ്യൂസാക്കി കഴിക്കാം. നോമ്പിൽ ഞാൻ പട്ടിണിയായിരുന്നല്ലോ എന്ന് പേടിച്ചാണ്, വേണ്ടത്ര പോഷകങ്ങൾ കിട്ടണ്ടേ എന്ന് ഭയന്നാണ് പലരും ആക്രാന്തം പിടിച്ച തീറ്റ തിന്നുന്നത്. അതിൻ്റെ കാര്യമില്ല. ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണമേ ഒരു മനുഷ്യന് ആവശ്യമുള്ളൂ, അതേ ശരീരത്തിന് വേണ്ടു. പക്ഷെ തിന്ന് ശീലിച്ചത് കൊണ്ട് ആമാശയത്തിൽ നിന്ന് ഭക്ഷണം ചെറുകുടലിലേക്ക് മാറുമ്പോൾ ആമാശയം പരാക്രമം ഉണ്ടാക്കും. 3 മണിക്കൂർ ആമാശയത്തിൽ ദഹനത്തിന്, പിന്നെ 3 മണിക്കൂർ ചെറുകുടലിലേക്ക്, പിന്നെ രക്തത്തിലേക്ക്. രക്തം അതിനെ കൊണ്ട് അവയവങ്ങളിലേക്ക്, കോശങ്ങളിലേക്ക്, കോശങ്ങൾ അതിനുപയോഗിച്ച് തീരുന്നതിന് 12 മണിക്കൂറെങ്കിലും മിനിമം, 12 തുടങ്ങി അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്ന ഓരോരുത്തരുടെയും ദഹന അവസ്ഥയ്ക്ക് അനുസരിച്ച്. അപ്പോൾ അതിനിടയ്ക്ക് മനുഷ്യന് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. ഒരു 16 മണിക്കൂർ വരെ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 16 മണിക്കൂർ വരെ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് മലമായി പുറത്ത് അതിൻ്റെ വേസ്റ്റ് പോകുന്നത് വരെ മറ്റൊരു ഭക്ഷണത്തിൻ്റെ ആവശ്യം ശരീരത്തിന് ഇല്ലാത്തതാണ്. കഴിക്കുന്ന ഭക്ഷണം ദഹനേന്ദ്രിയം ഒന്നേ ഉള്ളൂ, അതിന് 3 അവയവങ്ങൾ ഉണ്ടായിപ്പോയി എന്ന് കരുതിയിട്ട് ഒറ്റ ദഹനേന്ദ്രിയത്തിൻ്റെ 3 അവയവങ്ങളെ കൊണ്ട് 3 തരത്തിലുള്ള പണി ഒരേ സമയം ചെയ്യിപ്പിക്കുന്നത് ആപത്താണ്. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ, അവളൊന്നും കൂടി അത് ചേർക്കണം, രോഗി. 3 നേരം ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ രോഗി എന്ന് ആചാര്യന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്.
ഒറ്റ നേരത്തെ ഭക്ഷണം മതി. അതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കുള്ള രോഗങ്ങൾ മാറിക്കിട്ടും. അതെങ്ങനെ മാറിക്കിട്ടുമെന്ന് ചോദിച്ചാൽ, ഈ ഭക്ഷണം, ഒറ്റ ഭക്ഷണം ദഹിപ്പിച്ച് രക്തത്തിലെത്തി കോശങ്ങളിലെത്തി ഊർജം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഊർജം ശരീരത്തിൻ്റെ പുനർനിർമ്മിതിക്ക് ഉപയോഗിക്കപ്പെടേണ്ടതാണ്, ജോലികൾക്ക് ഉപയോഗിക്കപ്പെടേണ്ടതാണ്. ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് അമിനോ ആസിഡുകളുടെ, പ്രോട്ടീൻ കഴിച്ചതിൻ്റെ ഒക്കെ വേണം. ചത്തുപോകുന്ന കോശങ്ങളിലുള്ളതൊക്കെ ശരീരം തിരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു റീയൂസ് പ്രക്രിയകൾ, റിപ്പയറിംഗ് പ്രക്രിയകൾ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ആ കേടുതീർക്കൽ പ്രക്രിയയ്ക്ക് ശരീരത്തിന് ശുദ്ധി വേണം. അത് ദഹനേന്ദ്രിയത്തിൻ്റെ ശുദ്ധി തുടങ്ങി രക്തശുദ്ധിയിലേക്കും അവയവശുദ്ധികളിലേക്കും കലകളുടെ ശുദ്ധികളിലേക്കും കോശങ്ങളുടെ ശുദ്ധിയിലേക്കും എത്തേണ്ടതാണ്. ആ തരത്തിലുള്ള കോശങ്ങളുടെ ശുദ്ധീകരണത്തിന് ഒരു സുവർണാവസരമാണ് ഭക്ഷണമില്ലാത്ത സമയത്ത്. ഭക്ഷണത്തിൻ്റെ ദഹന ജോലികളുടെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്നത്. അതാണ് ഉപവാസത്തിൻ്റെ സൗന്ദര്യം. കൂടുതൽ മൂത്രം, ദുർഗന്ധമുള്ള മൂത്രം, ഭക്ഷണം കുറഞ്ഞപ്പോൾ കൂടിയ മലം, അതും ദുർഗന്ധമുള്ളത്, പല നിറത്തിലുള്ളതൊക്കെ ശരീരത്തിൽ നിന്ന് പോകാൻ തുടങ്ങും. ഫാറ്റി ലിവർ ഉള്ളതൊക്കെ ഇങ്ങനെ ലിവറിൽ നിന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങി മൂത്രത്തിലൂടെയും മലത്തിലൂടെയും ഒക്കെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളെയെല്ലാം ശുദ്ധീകരിക്കാനുള്ള 1 വർഷമായിട്ടുള്ള നീരുവീഴ്ചകൾ, തെറ്റായ ഭക്ഷണപാനീയങ്ങളിലൂടെ, മരുന്നുകളിലൂടെയെല്ലാം ശരീരത്തിനുള്ളിലെത്തിയിട്ടുള്ള സ്ലോ പോയിസണുകൾ പലയിടത്തും അക്യുമുലേറ്റ് ചെയ്ത് കൂടിക്കിടക്കുന്നുണ്ടാകും. അത് നാളത്തെ മുഴകൾ, നാളത്തെ ട്യൂമർ ആകാൻ കാത്തു കിടക്കുന്നവയാണ്. നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു നല്ല ഇസ്ലാമിക വിശ്വാസി വലിയ നോമ്പും ചെറിയ നോമ്പും മാത്രമല്ല, സുന്നത്ത് നോമ്പ് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം നോമ്പ് വരുന്നുണ്ട്, ആഹാരത്തിന് ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഈ നോമ്പിനെക്കുറിച്ച് സാന്ദർഭികവശാലെന്ന് പറയട്ടെ, നോമ്പിനെക്കുറിച്ച് സായിപ്പിന് ഭയങ്കര പേടിയായിരുന്നു. വെള്ളം പോലും കുടിക്കാതെ നോമ്പെടുക്കുന്നത് വൃക്കകൾ നശിപ്പിക്കും, പലതരം രോഗങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു അവൻ്റെ ചിന്ത. സായിപ്പിന് അലോപ്പതിക്ക് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പട്ടിണി എന്ന് മാത്രമാണ്. അങ്ങനെ ഒരു ചിന്ത പോയിട്ടില്ല. ആയുർവേദ ആചാര്യന്മാർക്കാണ് അത് കുറേ കൂടി അറിയാവുന്നത്. ഇപ്പോൾ ഇസ്ലാമിക നോമ്പിനെ പല യൂണിവേഴ്സിറ്റികളും പഠിച്ചു. നിരവധി യൂണിവേഴ്സിറ്റികളുടെ പഠനങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷം, അതിനു മുമ്പുള്ള വർഷം ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് പോയിട്ട് കാണുകയാണ് നല്ലത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തിയപ്പോൾ ഈ നോമ്പെടുക്കുന്ന മുസൽമാന്മാർക്ക് ഈ പറയുന്ന തകരാറുകളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അവർക്കുണ്ടായിരുന്ന പല രോഗങ്ങളും മാറുകയാണ് ചെയ്യുന്നത്. നോമ്പിൽ ആരോഗ്യം മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. മരുന്നുകൾ കുറയ്ക്കാൻ അവർ തയ്യാറാകുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യമാണ് വരുന്നത്. പല രോഗങ്ങളും അപ്രത്യക്ഷമാകുന്നതിനോടൊപ്പം ആരോഗ്യം കുറെ കൂടെ നന്നാകുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ടാണ് ഭക്ഷണം ചെന്ന് ഓരോ മണിക്കൂറിലും ശരീരത്തിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു, കോശങ്ങളിൽ ആഹാരത്തിൻ്റെ ദഹനം കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ വേസ്റ്റ് എല്ലാം തിരിച്ചു കൊണ്ടുവരുന്നത്, അത് തിരിച്ചു കൊണ്ടുവന്ന് മലമായിട്ടും മൂത്രമായിട്ടൊക്കെ പോകേണ്ട സ്ഥാനങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ആഹാരത്തിൻ്റെ ഒരു ജോലിയും ഇല്ലാത്ത സമയത്ത് ശരീരത്തിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? അവിടെയാണ് ഓട്ടോഫജി എന്ന് പറഞ്ഞ് ശരീരം സ്വയം കേടുതീർക്കുന്ന, മരിച്ച കോശങ്ങളെ ആരോഗ്യത്തിന്, പ്രതിരോധ പ്രവർത്തനത്തിന് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്ന തരത്തിലൊക്കെയുള്ള എ ട്രേസ് ഓഫ് പ്രോട്ടീൻ മാത്രമായിട്ട് മരിച്ച കോശങ്ങളുടെ ശവശരീരങ്ങൾ ശരീരത്തിൽ നിന്ന് കളയുന്നതിനെക്കുറിച്ചൊക്കെ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ നോമ്പിൻ്റെ ഒരു സയൻസ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സയൻസ്, ഞാൻ പറയുന്ന പ്രകൃതി ചികിത്സയുടെ, നേച്ചർ ലൈഫിൻ്റെ സയൻസ് കൂടി ഒന്ന് നോക്കിയേക്കുക. ഒരു നിമിഷം, ഒരു സെക്കൻഡിൽ
ഓരോ സെക്കൻഡിലും നമ്മുടെ ശരീരത്തിൽ മരിക്കുന്നത് 10 ലക്ഷം കോശങ്ങളാണ്. 10 ലക്ഷം കോശങ്ങൾ. ഒരു ദിവസം 600 കോടി കോശങ്ങളാണ് ശരീരത്തിൽ മരിക്കുന്നത്. ഒരു ദിവസം 600 കോടി കോശങ്ങളും മരിക്കും. ആ കോശങ്ങളെ മരിക്കാനുള്ള സിഗ്നൽ കൊടുത്ത് മരിച്ചു എന്ന് ഉറപ്പുവരുത്തി, മരിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള നല്ല പോഷകങ്ങൾ, വൈറ്റമിനുകൾ, മിനറൽസ് എല്ലാം തിരിച്ചെടുത്ത് അതിൻ്റെ ശവശരീരങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും, കണ്ണിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, കരളിൽ നിന്ന്, വൃക്ക, എല്ലാ ഭാഗത്തു നിന്നും അസ്ഥികോശങ്ങൾ വരെ കളക്ട് ചെയ്ത് മരമായിട്ട് പുറന്തള്ളാൻ 37.2 ട്രില്യൺ കോശങ്ങളാണ്. അതിൽ മുഴുവനും വ്യാപരിക്കണം, പ്രവർത്തിക്കണം, ശ്രദ്ധിക്കണം. ചിന്തിക്കാനാവുമോ? ഇനി 37.2 ട്രില്യൺ, ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10⁻17 പൂജ്യങ്ങളാണ്. അതിനേക്കാളും കൂടുതലൊരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്. 38 ട്രില്യൺ ബാക്ടീരിയകൾ ഈ ശരീരത്തിലുണ്ട്. അവ നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്നു, അടങ്ങി ഒതുങ്ങി എടുക്കേണ്ട പണിയെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക കൂടെ ശരീരത്തിൻ്റെ ആന്തരികമായ വിവേകത്തിൻ്റെ, ആന്തരികമായ ശക്തിയുടെ പ്രവർത്തനമാണ്. നമ്മളൊന്നും ചിന്തിക്കാത്ത പ്രവർത്തനമാണ്. ഈ ഉള്ളിലുള്ള 38 ട്രില്യൺ, 30 മുക്കോടി ദേവതകളെന്ന് ഹൈന്ദവ രീതി പറയുന്നത് പോലുള്ള ഈ ജീവി സാന്നിധ്യം, അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുത്, ടൂത്ത് പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കരുത്, സോപ്പിട്ട് കുളിക്കരുതെന്നെല്ലാം ഞങ്ങൾ പറയുന്നത്. ഈ ബാക്ടീരിയകളെ കൊല്ലാനുള്ളതല്ല. ഈ ബാക്ടീരിയകൾ ചത്തുപോയാൽ മനുഷ്യ നിനക്ക് ജീവിക്കാൻ സാധിക്കില്ല. ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് നീ വയറ്റിലെ ബാക്ടീരിയകളെ കൊന്നാൽ നിനക്ക് ക്രോൺസ് ഡിസീസ്, അമീബിയാസിസ് എന്ന് പറയുന്ന കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കാനുള്ള കഴിവില്ലാത്ത ശരീരം, പിന്നെ ഇപ്പോൾ ശാസ്ത്രം പറയുന്ന ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, സൂപ്പർ ബഗ്ഗുകൾ പോലുള്ള ഒരു ചികിത്സയും ഫലിക്കാത്ത രീതിയിലുള്ള ആക്രമണകാരികളായിട്ട് രൂപം മാറുന്ന ആന്തരികമായ ബാക്ടീരിയകൾ. നിന്റെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ നേരെ ചൊവ്വേ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ ശരീരം നേരെ ചൊവ്വയുള്ളതായിരിക്കണം. നിന്റെ രക്തത്തിൻ്റെ pH മാറിയാൽ, നിന്റെ രക്തത്തിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി HB മാറിക്കഴിഞ്ഞാൽ, ആൽക്കലൈൻ നേച്ചറിലേക്ക് 7.4 നിൽക്കുന്ന pH അത് ഇന്ന് 7 6 വരാവുന്ന രീതിയിൽ നിന്റെ ഭക്ഷണം അമ്ലാംശം, അസിഡിറ്റി കൂടിയതാണെങ്കിൽ ഈ ബാക്ടീരിയകളെല്ലാം വിഷമത്തിലാകും, ദുരിതത്തിലാകും. അവ ശരീരത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു രൂപത്തിലേക്ക്, ശരീരത്തിനുള്ളിലുള്ള രാസസാന്നിധ്യമനുസരിച്ച്, അസിഡിറ്റി അനുസരിച്ച് രൂപം മാറുമ്പോൾ അവിടെയാണ് അവയെ രോഗാണുക്കൾ എന്ന് ശാസ്ത്രം വിളിക്കുന്നത്. അത് പുറത്തു നിന്ന് വരുന്നതല്ല. ദുഷിക്കുന്ന ശരീരത്തിനുള്ളിലുള്ള ദുഷിച്ച രക്തമജ്ജ മാംസാദികളിൽ പെട്ടിരിക്കുന്ന അണുക്കളും ദുഷിക്കുന്നതാണ്. അവ നിന്റെ പ്രാണനങ്ങ് പോയാൽ നിന്നെ തന്നെ തിന്നാൻ പുഴുക്കളായി മാറുന്നതാണ്. നിന്റെ ഉള്ളിൽ ഉണ്ടതെല്ലാം. അതുകൊണ്ട് നോമ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്റെ ശരീരം ശുദ്ധിയാക്കുന്ന പ്രക്രിയ, അസിഡിറ്റിയെ മാറ്റി ആൽക്കലൈനിലേക്ക് നേരെ ചൊവ്വയാക്കുന്ന പ്രക്രിയയാണ് ശരീരത്തിൽ നടക്കുന്നത്. ഈ ഒരു തത്വം വിശദീകരിച്ച് ഓട്ടോഫാജി, അതിന് നൊബൽ സമ്മാനം കിട്ടി. ജാപ്പനീസ് ഗവേഷകനായ ഒസുമിക്ക് നൊബേൽ സമ്മാനം കിട്ടി. ശരീരമുള്ളിൽ സ്വയം കേടുതീർക്കുന്ന ആ ഒരവസ്ഥയെ ഉണർത്തുകയാണ് നോമ്പ് ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞ പാശ്ചാത്യ ഗവേഷകർ നോമ്പ് തുടങ്ങി, നോമ്പിനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ലോക രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളനുസരിച്ച് മുസൽമാൻ്റെ നോമ്പ് നല്ലതാണെന്നോ അത് ഞങ്ങളും ചെയ്യുന്നുണ്ടെന്നോ പറയാൻ പാശ്ചാത്യർക്ക് കഴിയില്ല. പിന്നെ ഏതൊന്നിനെയും വളച്ചൊടിച്ച് ഞമ്മൻ്റേതാക്കുന്ന, വെടക്കാക്കി ഞമ്മക്കാക്കുന്ന ഒരു ഏർപ്പാടാണ് സായിപ്പിനുള്ളത്. തിരുവനന്തപുരത്തെ അവർ ട്രിവാൻഡ്രമാക്കും, കൊല്ലത്തെ കൊയിലോൺ. അങ്ങനെ
വെടക്കാക്കി ഞമ്മക്കാക്കുക എന്നുള്ള ഒരു രീതിയിൽ സായിപ്പ് നോമ്പിനെ മാറ്റി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആക്കി. അതാണ് നോമ്പിൽ ചെയ്യുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, എയോട് ചോദിച്ചാൽ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ, ചെയ്യേണ്ട രീതികൾ. 16 മണിക്കൂർ ഭക്ഷണമില്ല, 8 മണിക്കൂർ സമയം 2 നേരത്തെ ഭക്ഷണം. ഇതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ പല രീതികളിൽ ഒന്ന്. നോമ്പിലും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആത്മീയവും മാനസികവും ശാരീരികവും സാമൂഹികവുമായ ചതുർമാനങ്ങളെ തിരിച്ചറിഞ്ഞ് അത് വേണ്ട രീതിയിൽ ആചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇസ്ലാമിക നോമ്പ് ഇസ്ലാമിന് മാത്രമല്ല, എല്ലാവർക്കും എടുക്കാവുന്നതാണ്. പ്രവാചകൻ മുസൽമാൻ്റെ സ്വന്തം മാത്രമൊന്നുമല്ല, ലോകത്തിനു വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. ക്രിസ്തുദേവനായാലും ബുദ്ധദേവനായാലും ശ്രീനാരായണ ഗുരുവാണെങ്കിലും എല്ലാവരും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ട്, എന്തിന്, സകല ജീവജാലങ്ങളെയും താനായി തന്നെ കണ്ട് മനുഷ്യന് ഉപദേശങ്ങൾ നൽകിയവരാണ്, വെളിച്ചം നൽകിയവരാണ്. നോമ്പ് മുസൽമാന്മാരോടൊപ്പം ആചരിക്കുന്ന നിരവധി സുഹൃത്തുക്കളെ എനിക്കറിയാം. അതേസമയം നോമ്പിൻ്റെ ചില മേഖലകളിൽപ്പെട്ട് ഭക്ഷണമില്ലാതെ അതിൽ പ്രയാസപ്പെടുന്ന ചിലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ബംഗ്ലാദേശിലേക്ക് എനിക്കൊരു ക്ഷണം. അസീസ് എന്ന് പറഞ്ഞ് തളർന്നു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ട് നേച്ചർ ലൈഫിലേക്ക് വന്നാൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ എന്ന് ഞാൻ ചെന്നൊന്ന് കണ്ടു കഴിഞ്ഞ് പറയണം. അവർ ഡാക്കയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തന്നു. ഞാൻ പോയി അസീസിനെ കണ്ടു. അസീസിനുള്ള നിരവധി പ്രയാസങ്ങളിൽ നല്ല ആശ്വാസം ഉറപ്പു പറയാൻ എനിക്ക് സാധിക്കും. ഇമ്പ്രൂവ്മെൻറ്റ് നട്ടെല്ല് തളർന്നതാണ്. ഒരു കാർ ആക്സിഡൻറ്റ്, ടൊയോട്ടയുടെ കാറ്, പുതിയൊരു കാറ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 60ലേക്ക് കാറ് കയറിയപ്പോൾ തകിടം മറിഞ്ഞതാണ്. ഓസ്ട്രേലിയയിലെ ഒരു പ്രൈവറ്റ് ട്രാക്കിലായിരുന്നു ഈ കാറിൻ്റെ പരീക്ഷണ ഓട്ടം വെച്ചിരുന്നത്. അതിൽ കഴുത്തിന് താഴേക്ക് തളർന്നു പോയ അസീസ്. അപ്പോൾ അസീസിനോട് ഞാൻ സൈമൺ ബ്രിട്ടോയുടെ കാര്യം പറഞ്ഞു. ബ്രിട്ടോ കത്തിക്കുത്തേറ്റ് നട്ടെല്ലിന്, ഹൃദയത്തിന്, ശ്വാസകോശത്തിന്, കരളിന് കിടപ്പിലായെങ്കിലും എനിക്ക് പോയി കാണാനായിട്ട് പറ്റിയിരുന്നില്ല. ബ്രിട്ടോയുടെ ചികിത്സാ കാര്യങ്ങളെല്ലാം പത്രങ്ങളിൽ വായിക്കുമായിരുന്നു. ഞാൻ ഗാന്ധിമാർഗ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകി മദ്യവിരുദ്ധ പ്രവർത്തനമായിട്ട് നാട് മുഴുവൻ ഓടി നടക്കുന്ന ഒരു സമയം. പിന്നെ ഒരു കൊല്ലത്തെ ഗാന്ധിമാർഗ പഠനത്തിനായി ഗുജറാത്തിൽ പോയിരിക്കുന്നു, യോഗയ്ക്ക് ഹിമാലയത്തിൽ പോയിരിക്കുന്നു. അങ്ങനെ ഒരു കറക്കം തന്നെയാണ്. മാനസിക രോഗത്തിന് ഞാൻ ചികിത്സിച്ച ഒരു ടീച്ചർ, വടുതലയിലുള്ള ടീച്ചർ, ബ്രിട്ടോയുടെ സുഹൃത്തിൻ്റെ അമ്മയാണ്. അവരുടെ അസുഖങ്ങളെല്ലാം മാറി. അപ്പോൾ സത്യൻ എന്ന സുഹൃത്ത് ബ്രിട്ടോയായിട്ട് കണ്ടപ്പോൾ ഈ വിവരം അറിഞ്ഞു. പല ചികിത്സകളും ചെയ്തിട്ട് മാറാതിരുന്നതാണ്. അപ്പോൾ ഇതാരാണ് ചികിത്സിച്ചതെന്ന് ചോദിച്ചപ്പോൾ ജേക്കബ് വടക്കഞ്ചേരി എന്ന് പറഞ്ഞു. ഹേയ്, ജേക്കബിനെ എനിക്കറിയാമല്ലോ, എന്നൊന്ന് വന്ന് കാണാൻ പറയൂ. അങ്ങനെയാണ് ഞാൻ ബ്രിട്ടോയെ കാണാൻ. 9 കൊല്ലമായി കിടപ്പിലാണ്, മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല, പുറത്ത് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എനിക്ക് നടക്കണമെന്നില്ല, വേദനയില്ലാതെ കിടന്നാൽ മതി എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബ്രിട്ടോയുടെ ചികിത്സയിൽ, കഴുത്തിന് താഴേക്ക് ചലനമില്ലാതെ പോയ ബ്രിട്ടോയുടെ ചികിത്സയിൽ പാർട്ടി റഷ്യയിലേക്ക് കൊണ്ടുപോകാൻ നോക്കി, റിപ്പോർട്ടുകൾ അയച്ചു കൊടുത്തു. അവരത് നോക്കിയിട്ട് കൊണ്ടുവരണ്ട, മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നാണ് ബ്രിട്ടോ പറഞ്ഞത്. 1 കൊല്ലം കൊണ്ട് ബ്രിട്ടോയുടെ ശരീരം പാടേ മാറി. ഒരു ഓട്ടോറിക്ഷയിലാണ് ബ്രിട്ടോയെ താങ്ങിയെടുത്ത് ഞങ്ങൾ ഇരുത്തി എറണാകുളം നഗരം ഒന്ന് ചുറ്റിച്ചു. ഭയങ്കര എതിർപ്പൊക്കെയായിരുന്നു. അവൻ്റെ നട്ടെല്ല് ബാക്കിയുള്ളത് കൂടി ഒടിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞാണ് പലരും പേടിപ്പിച്ചത്. പക്ഷേ ബ്രിട്ടോ ഉറച്ചു നിന്നു, കൃത്യമായി പറയുന്ന ചിട്ടകൾ ചെയ്തു. ആ മാറ്റങ്ങൾ
ചലനം താഴേക്ക് ഇറങ്ങിയതും മൂത്രം പോകുന്നതിന് കൺട്രോൾ വന്നതും ശോധന വിരൽ കൊണ്ടൊക്കെ എടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ ഫ്രാൻസിസ് തുടങ്ങിയ ചില സഖാക്കളെ ഞാൻ ആദരവോടെ ഇപ്പോഴും മനസ്സിൽ ഓർക്കുകയാണ്. അത്രയും കാര്യമായിട്ടാണ് പാർട്ടി ബ്രിട്ടോയെ സംരക്ഷിച്ചിരുന്നത്, ശുശ്രൂഷിച്ചിരുന്നത്. അതിനുവേണ്ടി ആളുകളെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അസീസ് നേച്ചർ ലൈഫിൽ വരികയും വളരെ ആശ്വാസത്തോടെയാണ് 3 മാസങ്ങൾക്ക് ശേഷം തിരിച്ചു പോയത്. ഞാൻ അസീസിൻ്റെ വീട്ടിൽ ചെല്ലുന്നത് നോമ്പിൻ്റെ സമയത്താണ്. ഞാൻ നോമ്പിലാണ്, പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ അതിഥിയായി എത്തി, നിങ്ങൾ നോമ്പെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എത്ര പറഞ്ഞിട്ടും ഞാൻ നോമ്പിലാണ് എന്നുള്ളത് അവർ വിശ്വസിക്കുന്നില്ല. അവരുടെ വീട്ടിൽ അവർ നോമ്പിലാണ് എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ അവരുമായി ഒരു ഐക്യദാർഢ്യം അന്നേരം പ്രഖ്യാപിക്കുന്നതാണെന്നുള്ളത്. എന്നെ നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഉമ്മ, ഉപ്പ, ബന്ധുക്കളൊക്കെ കൂടെ നിർബന്ധിച്ച് പത്തിരിയും കറികളും, എനിക്ക് വേണ്ടി പ്രത്യേകം വെജിറ്റബിൾ കറികളൊക്കെ ഉണ്ടായിരുന്നു, കഴിപ്പിക്കുകയാണ്, ഇരുത്തി കഴിപ്പിക്കുകയാണ്. നോമ്പെടുക്കുന്ന അവർ നോമ്പ് ലംഘിച്ച് അല്ലെങ്കിൽ നോമ്പെടുക്കാത്ത ഒരാളെന്ന് അവർ കരുതുന്ന ഞാൻ കഴിക്കുന്നത് കണ്ട് ആനന്ദിക്കുന്നത് അതൊരു വലിയ അനുഭവമായിരുന്നു. അതാണ് മുസൽമാൻ്റെ യഥാർത്ഥ ഭക്തനായ മുസൽമാൻ്റെ മനസ്സ്. ഒരാളും വിശന്നിരിക്കുന്നത് കാണാനോ ഒരാളെയെങ്കിലും പീഡിപ്പിക്കാനോ ദ്രോഹിക്കാനോ പ്രവാചകനെ തിരിച്ചറിയുന്ന, മാതാവിനെ തിരിച്ചറിയുന്ന, എന്താണ് ഇസ്ലാം മതമെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് സാധിക്കില്ല. നമ്മളിന്ന് ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന കൊലവിളികളെ, ഭീകരതയെ നിരവധി കാണുന്നുണ്ട്. അത് ഇസ്ലാമല്ല. ഒരു മതത്തിനും അക്രമത്തെ ന്യായീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ സാധിക്കില്ല. പരമകാരുണികനായ സൃഷ്ടാവിൻ്റെ പേരിൽ കൊല്ലാനിറങ്ങുക എന്ന് പറഞ്ഞാൽ അഹിംസ പരമോധർമ്മ എന്നതാണ് സൃഷ്ടാവിൻ്റെ മതം. ഏതായാലും ഞാൻ നോമ്പിൻ്റെ ചടങ്ങുകളിലേക്ക് തന്നെ വരാം. നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ 6:30 മണിക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ 3 മിനിറ്റ് നിങ്ങൾക്ക് ജ്യൂസി ഫ്രൂട്ട്സ്, ഏറ്റവും നല്ലത് വേവിക്കാത്ത പച്ചക്കറികളുടെ ജ്യൂസ് വേണമെങ്കിൽ അങ്ങനെ, അല്പം നട്ട്സ്, 3 മിനിറ്റേ ഉള്ളൂ. ആക്രാന്തം പിടിച്ച് ഉള്ളിലാക്കിയിട്ട് കാര്യമില്ല, ഉമിനീര് കൂട്ടി തന്നെ കഴിക്കണം. 8:30 മണിക്ക് തവിട് കളയാത്ത ഉണക്കലരി കിട്ടുന്നതിന് ഭാഗ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചോറ്, അതല്ല പച്ചരിയാണെങ്കിൽ ആവാം. പുഴുക്കലരി കഴിക്കരുത്, പ്രത്യേകിച്ച് നോമ്പിൻ്റെ മാസങ്ങളിൽ പുഴുക്കലരി കഴിക്കരുത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വഴിയെ പറഞ്ഞോളാം, അടുത്ത ദിവസങ്ങളിൽ പറയാം. ധാരാളം പച്ചക്കറികൾ ഈ വിശുദ്ധ മാസത്തിൽ പാവം ജന്തുക്കളുടെ പ്രാണരക്ഷാർത്ഥമുള്ള കരച്ചിൽ ഒഴിവാക്കണം. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ശവക്കറിയാണ് കഴിക്കുന്നത്. മത്സ്യമാംസാദികൾ കഴിക്കുന്നവരുടെ ശ്വാസം തട്ടുന്നത് പോലും നമുക്കിഷ്ടമല്ല. ഈ ധന്യമായ മാസത്തിൽ, പുണ്യം പൂക്കുന്ന റംസാൻ മാസത്തിൽ നിങ്ങൾ ശുദ്ധമായ ഏദൻ തോട്ടത്തിൻ്റെ ഭക്ഷണത്തിലേക്ക് വരണം. നിനക്ക് വിധിച്ചിട്ടുള്ളത്, നിന്നോട് സൃഷ്ടാവ് കൽപ്പിച്ചിട്ടുള്ളത്, പടച്ചോൻ കൽപ്പിച്ചിട്ടുള്ളത് കായ്കനികൾ തിന്നാനാണ്. അതിലേക്ക് വരണം. ഒന്ന് നോക്ക്, വ്യത്യാസം അനുഭവിച്ച് നോക്ക്. ഈ 1 മാസം നിങ്ങളതൊന്ന് ചെയ്യ്. തുടർന്നുള്ള റംസാൻ മാസങ്ങളിലും നിങ്ങൾ സസ്യാഹാരത്തിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. 8:30 മണിക്ക് നിങ്ങൾ അരവയർ അത്താഴം, നിറയ്ക്കാവുന്നതിൽ ഏറ്റവും വൃത്തികെട്ട പാത്രം നിന്റെ വയറാണ്. സത്യവിശ്വാസി ഒരു കുടലിൽ ഭക്ഷിക്കുമ്പോൾ, ആമാശയത്തിൽ ഭക്ഷിക്കുമ്പോൾ ഒരിടത്ത് മാത്രം. സത്യവിശ്വാസി ഒരു കുടലിൽ ഭക്ഷിക്കുമ്പോൾ സത്യനിഷേധി 7 കുടലുകളിൽ ഭക്ഷിക്കും. 7 കുടല്. ഇതൊക്കെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്.
പറയാനുള്ളതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അരവയർ ഭക്ഷണം, ബാക്കി അരവയറിൽ പകുതി വെള്ളം. അത് നീ ഉമിനീരിൽ ചവച്ചരച്ചത് വെള്ളമുള്ള ഭക്ഷണ സാധനങ്ങൾ, കഞ്ഞി ഏറ്റവും നല്ലതാണ്. ഈ ചോറിന് പകരം കഞ്ഞിയാക്കുകയാണെങ്കിൽ തന്നെ ഡീഹൈഡ്രേഷൻ എന്നുള്ള പ്രയാസം മാറിക്കിട്ടും. കഞ്ഞിയും കറികളുമാവാം, സൂപ്പാവാം, രസമാവാം. പാലുൽപ്പന്നങ്ങളും വേണ്ട എന്ന് തന്നെ ഞാൻ പറയും. കാരണം കൂടുതൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത്, കഫം ഉണ്ടാക്കുന്നത് പാലിന് നല്ലൊരു പങ്കുണ്ട്. തൃപ്തിയായി ആസ്വദിച്ച് ഉമിനീര് കലർത്തി കൂടുതൽ സമയം വായിൽ കിടക്കുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ ആനന്ദം വരുന്നത്. ശരിയായ ദഹനവും നടക്കുന്നത് അപ്പോഴാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുക. കിടക്കുന്നതിന് മുമ്പ് 1-2 ഗ്ലാസ് വെള്ളം സാവധാനം കുടിക്കുക. ആഹാരം കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണ് പച്ചവെള്ളം കുടിക്കാവുന്നത്. വേണ്ട, നിങ്ങൾ അല്പം ചെറിയ ചൂടുവെള്ളം ആഹാരം കഴിഞ്ഞ് ഒരു മണിക്കൂർ ആകുമ്പോൾ തുടങ്ങി അല്പം ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോളൂ. സാധാരണ ഞങ്ങൾ ചൂടുവെള്ളം പറയാറുള്ളതല്ല. പക്ഷേ വെള്ളം കുടിക്കാനുള്ള സമയം പിന്നെ കുറവാണ്. അതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ വരെ ചെറിയ ചൂടുവെള്ളവും, 2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പച്ചവെള്ളവും കുടിക്കാം. നോമ്പിൽ വൈകിക്കിടക്കുക എന്നുള്ളതാണ് ഇന്ന് കണ്ടുവരുന്നൊരു രീതി. ചെയ്യരുത്. നോമ്പിൻ്റെ ഗുണം കളയുന്ന, നശിപ്പിക്കുന്ന ഒരേർപ്പാടാണത്. നോമ്പിൽ നേരത്തെ കിടന്നുറങ്ങുകയാണ് വേണ്ടത്. കാരണം ആഹാരം കുറഞ്ഞു, പതിവിന് വിപരീതമായി ആഹാരം കുറഞ്ഞു. അതുകൊണ്ട് ക്ഷീണമാണ് നോമ്പിൽ ഉണ്ടാകാനിടയുള്ള നിർജ്ജലീകരണം, ക്ഷീണം, തലവേദന, പൈൽസ്, ഫിസ്റ്റുല അതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വെള്ളം കുടി കുറഞ്ഞാലുള്ള ആധിക്യം അതൊന്ന് കൂടും. തലകറക്കം വരാം. അത് ചെറുതായും വലുതായും ഒക്കെ അനുഭവപ്പെടാം. പ്രത്യേകിച്ച് കിടന്ന കിടപ്പിൽ നിന്ന് ചാടി എണീറ്റാൽ, ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റാൽ. അതുകൊണ്ട് എഴുന്നേൽക്കുന്നത് പ്രായമായവർ, പ്രത്യേകിച്ച് ബിപിക്കൊക്കെ മരുന്ന് കഴിക്കുന്നവർ വളരെ സൂക്ഷിച്ച് വേണം എഴുന്നേൽക്കാനായിട്ട്. പിന്നെ കോച്ചി വലിയൽ മസിൽ പിടുത്തം വരാം. ഈ മസിൽ ക്രാംസ് വരുന്നതിൻ്റെ കാരണം ഒന്ന്, പോഷകങ്ങൾ പലതും കുറയാം, ഇലക്ട്രോലൈറ്റ്സ് കുറയാം, വെള്ളം കുറയാം, പോഷകങ്ങൾ ഭക്ഷണത്തിൽ വേണ്ടത്ര പോഷകങ്ങൾ വരാതിരിക്കാം, അല്പം വ്യായാമം. വാസ്തവത്തിൽ നിസ്കാരം ഉള്ളപ്പോൾ വ്യായാമത്തിൻ്റെ ഒരു അത്യാവശ്യം വേറെ വരുന്നില്ല. ഇതെല്ലാം അതിന് കാരണമാണ്. ഇപ്പോൾ വെള്ളം 8:30 മണിക്ക് നിങ്ങൾ 9 മണി വരെ ഭക്ഷണം കഴിച്ചാൽ നന്നായി തന്നെ വെള്ളം, ചെറിയ ചൂടുവെള്ളം 1 മണിക്കൂർ വരെ, 2 മണിക്കൂർ വരെ. അത് കഴിഞ്ഞാൽ വീണ്ടും പച്ചവെള്ളം കഴിച്ച് ഒരു 10 മണിക്ക്, അപ്പോൾ ഞാനീ പറഞ്ഞ 2 മണിക്കൂറിലേക്ക് വെള്ളം കഴിക്കാൻ പറ്റില്ല. എന്നാൽ പോലും 10 മണിക്ക് നിങ്ങൾ കിടക്കുക എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. എത്ര പറഞ്ഞാലും 10 മണിക്ക് കിടക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ മെച്ചം ശരിയായി കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത്. നന്നായിട്ട് വെള്ളം കുടിച്ച് കിടക്കുക. 4 മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കുമല്ലോ. എഴുന്നേൽക്കുന്ന സമയത്ത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. ഭക്ഷണം കഴിക്കാൻ വിധിയില്ല. വെളുപ്പിന് 6 മണിക്ക് മുമ്പ് മനുഷ്യൻ്റെ കുടലുകളിലേക്ക് ഭക്ഷണം ചെല്ലാൻ പാടില്ലാത്തതാണ്. നിരോധനമുള്ള സമയമാണ്. ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം എത്ര നല്ലതാണെങ്കിലും, തൊയ്യബായ ഭക്ഷണമാണെങ്കിലും അതിനെ ഹറാമായിട്ട് തന്നെ കണക്കാക്കണമെന്നുള്ളതാണ് എൻ്റെ പക്ഷം. 4 മണിക്ക് മുമ്പ് നിങ്ങൾ 1, 2, 3 വയറ് നിറച്ച് ജ്യൂസ് കുടിച്ചോളൂ. വേവിക്കാത്ത പച്ചക്കറികളുടെ ജ്യൂസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, കോവയ്ക്ക, ബീട്രൂട്ടും ക്യാരറ്റും തക്കാളിയും കൂടെ ചേർത്ത ജ്യൂസാണെങ്കിൽ സൗന്ദര്യത്തിന് മറ്റൊരു സാധനം വേണ്ട. ക്യാൻസർ മാറാൻ ABC ജ്യൂസ് ആവാം. ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് നിങ്ങൾക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. ആൻറ്റി ക്യാൻസറസ് ആയിട്ട് ലോകമെമ്പാടും ആദരിക്കപ്പെടുന്നതാണ്. അങ്ങനെ ഈ നോമ്പിനെ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകാനിടയുള്ള മുഴകൾ, ഉള്ളിൽ നിങ്ങൾ അറിയാതെയുള്ള മുഴകളെല്ലാം ശരീരം തന്നെ കഴുകിക്കളയുന്ന ധന്യമായ ആരോഗ്യമാസമാക്കി കൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ് മൈദ കൊണ്ടുള്ള സാധനങ്ങൾ. ഗോതമ്പ് നിങ്ങൾ തന്നെ വാങ്ങി പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ മൈദ ചേർന്നിരിക്കും. പൊടിപ്പിക്കുന്ന വൻകിട കമ്പനികളുടെ മെഷീൻ 24 മണിക്കൂറും പ്രവർത്തിക്കുമ്പോൾ ആ മെഷീൻ്റെ കല്ലിൻ്റെ സൂക്ഷ്മ പൊടികൾ നിങ്ങളുടെ ഗോതമ്പ് പൊടിയിലും അരിപ്പൊടിയിലും ഉണ്ടാകും. ഹാമർ കൊണ്ടാണ് എങ്കിൽ ആ ഇരുമ്പിൻ്റെ സൂക്ഷ്മ തരികൾ
ഭക്ഷണത്തിൽ വരും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഗോതമ്പൊക്കെ വാങ്ങി, അരി വാങ്ങി, കഴുകി, ഉണക്കി, പൊടിച്ച് ലോക്കലായിട്ടുള്ള ഒരു മെഷീനിൽ പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സംവിധാനം ഉണ്ടെങ്കിൽ പൊടിച്ചെടുക്കണം. ആ പൊടിയെ ഉപയോഗിക്കാവൂ. മൈദ തൊടരുത്, പഞ്ചസാര തൊട്ടുപോകരുത്. നോമ്പ് ശരിയായ ഗുണത്തിൽ വരണമെങ്കിൽ പഞ്ചസാര കഴിക്കരുത്. എന്താണ് പഞ്ചസാരയ്ക്ക് കുഴപ്പം? ഹറാമാണ്. മൈദ ഹറാമാണ്, പഞ്ചസാര ഹറാമാണ്, വനസ്പതി ഹറാമാണ്, വറുത്തതും മൊരിച്ചതും ഒക്കെ ഹറാമാണ്. ഇറച്ചികളെല്ലാം ഹലാലാണ്. ഹറാമും ഹലാലും നിങ്ങൾ ഒഴിവാക്കണം. തൊയ്യിബായ വിശുദ്ധ ഭക്ഷണത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കണം. അതുകൊണ്ട് മൈദ, പഞ്ചസാര, വനസ്പതി, വെളിച്ചെണ്ണയല്ലാത്ത എണ്ണകൾ ഉപയോഗിക്കരുത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, വിദേശങ്ങളിലിരുന്ന് എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾ, ഒലിവ് ഓയിലാവാം. വെളിച്ചെണ്ണ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ചില്ലുകുപ്പിയിലേ വെളിച്ചെണ്ണ വാങ്ങാൻ ശ്രദ്ധിക്കണം. എള്ളെണ്ണയാവാം, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കപ്പലണ്ടി എണ്ണ, ഇതെല്ലാം ഉറപ്പായി നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്ന തരത്തിൽ. നല്ലത് ഈ നോമ്പ് കാലത്ത് തേങ്ങാപ്പാലെടുത്ത് ചീനിച്ചട്ടിയിൽ പതുക്കെ ചൂടാക്കി ഇളക്കി അമ്മമാർ ഇരുമ്പെണ്ണ ഉണ്ടാക്കിയെടുക്കും. ഈ നോമ്പിന് മുമ്പ് ബീവിയും മക്കളും നിന്ന് വറുത്ത് മുരിച്ച് ടിന്നുകളിലാക്കി വെക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള വെളിച്ചെണ്ണയുണ്ടെന്ന് ഉണ്ടാക്കുക. ഒരു സാധനവും വറുത്ത് കഴിക്കരുത്. ഡീഹൈഡ്രേഷൻ നിങ്ങൾ എരന്ന് വാങ്ങുകയാണ് ചെയ്യുക. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കരുത്. അണ്ടിപ്പരിപ്പും വിത്തുകളും വറുത്ത് കഴിക്കരുത്. അല്ലാതെയും കഴിക്കുന്നത് പരമാവധി കുറയ്ക്കണം. ആവശ്യത്തിന് ദഹനമനുസരിച്ച് മാത്രം കഴിക്കണം. പൈൽസ്, ക്യാൻസറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ മാസം നട്ട്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയായിരിക്കും നല്ലത്. അത് പക്ഷേ നിങ്ങൾ അസുഖങ്ങളുള്ളവർ നോമ്പെടുക്കുന്നതിന് മുമ്പ് ഒന്ന് നേച്ചർ ലൈഫിൻ്റെ 7 സ്ഥാപനങ്ങളുണ്ടല്ലോ. തിരുവനന്തപുരത്ത് ഉറിയാക്കോട്, നെടിയവിള, കായംകുളത്ത് വെട്ടിക്കോട്, ആലപ്പുഴയിൽ കൈനകരി, എറണാകുളത്ത് ആലുവ, ഏലൂക്കര, തൃശ്ശൂരിൽ കോടന്നൂരിലും ഉണ്ട്, പട്ടിക്കാടും ഉണ്ട്, കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുമുണ്ട്. ഒന്ന് ചെന്ന് ഡോക്ടറുമായി കണ്ട് നോമ്പിൻ്റെ ചിട്ടവട്ടങ്ങൾ, രോഗത്തിൻ്റെ സാഹചര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗികൾ ഉപവസിക്കുമ്പോൾ ആ രോഗം മാറുന്ന രീതിയിൽ ഉപവസിക്കാൻ സാധിക്കും. മരുന്നുകൾ അതേപടി തന്നെ തുടരുന്നത് കുഴപ്പമാകും, ചിലത് തുടരാത്തത് കുഴപ്പമാകും. അതൊക്കെ ഒന്ന് വിശകലനം ചെയ്യാൻ നേച്ചർ ലൈഫ് ഡോക്ടർമാർ തന്നെയാണ് നല്ലത്. ഒന്ന്, ഒരു സന്ദർശനം നടത്തുക. വെള്ളം കൂടി കുറയുന്ന ഒരു ദിവസമാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അണ്ടിപ്പരിപ്പോ വിത്തുകളോ കഴിക്കരുത്. മിഠായി, ചോക്ലേറ്റ്, ഐസ്ക്രീം, ബേക്കറി സാധനങ്ങൾ, ചിപ്സ്, ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കരുത്. അച്ചാറ്, പപ്പടം, അതേപോലെ സോഡ, കോള, ബിയർ തുടങ്ങിയതിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പുകവലി പാടില്ല, മദ്യം പാടില്ല, കൊഴുപ്പും എണ്ണയും കൂടിയത് വെളിച്ചെണ്ണ വളരെ വാങ്ങി വെച്ചിട്ടൊന്ന് ഒരു രുചിക്ക് വേണ്ടിയൊക്കെ ഒഴിക്കുക എന്നല്ലാതെ കൂടുതൽ എണ്ണ. നിങ്ങൾ അറബിയെ നോക്ക്, എണ്ണയിൽ വറുത്ത് മൊരിച്ച ഒരു സാധനം അവർ കഴിക്കുന്നില്ല. ചുട്ടോ പുഴുങ്ങിയോ ആണ് കഴിക്കുന്നത്, വറുത്ത് മൊരിച്ച് കഴിക്കുന്നില്ല. എരിവ് ഇല്ല. കസ്, ജർജർ, ലെറ്റ്യൂസ് തുടങ്ങി എത്രയോ പച്ച ഇലകളാണ്. ആട് തിന്നുന്നതിനേക്കാൾ കൂടുതൽ പച്ച ഇലകൾ അറബി തൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ മലയാളി കണ്ണു തുറന്ന് കാണേണ്ടതാണ്. ദഹനപ്രയാസങ്ങളിൽ ഈ നോമ്പിൻ്റെ സമയത്ത് പലർക്കും ഗ്യാസ് ഫോർമേഷൻ, വയറ് കമ്പിക്കൽ വരാറുണ്ട്. അതിനൊരു കാരണം ഫൈബർ കൂടിയ ഭക്ഷണം പതിവില്ലാതെ കഴിക്കുന്നത് കൂടിയാണ്. ഇപ്പോൾ ബീൻസ്, കാബേജ്, ബ്രൊക്കോളി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ഉരുളക്കിഴങ്ങ്, നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണോ അതെല്ലാം ഒന്ന് ഒഴിവാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ചായ, കാപ്പി, എനർജി ഡ്രിങ്കുകളും നിർബന്ധമായി നിങ്ങൾ ഉപേക്ഷിക്കണം. പ്രമേഹമുള്ളവർക്ക് ഉപവസിക്കാം. പ്രത്യേകിച്ച് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് കൂടുതൽ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടത്. അവർ കഴിക്കേണ്ട ഭക്ഷണ രീതികളും കാര്യങ്ങളുമൊക്കെ നേച്ചർ ലൈഫുമായി നിങ്ങൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ളവർക്ക് ഈ കാര്യത്തിൽ കൂടുതൽ ഉപദേശങ്ങൾ കിട്ടുന്നതിന് ഞാനൊരു നമ്പർ പറയാം. നേച്ചർ ലൈഫിൻ്റെ നമ്പറിൽ
നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. നേച്ചർ ലൈഫിലെ ഡോക്ടർമാരിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കും. ഓൺലൈൻ ട്രീറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. 9496044503 9496044503 നോമ്പിൻ്റെ കാര്യങ്ങളിലുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഞാൻ ഇതേവരെ നോറ്റിട്ടുള്ളതിൽ ഏറ്റവും സുഖകരമായ നോമ്പ് ഇപ്രാവശ്യത്തേതായിരുന്നു എന്ന് എന്നോട് നിരവധി സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ, പ്രകൃതി രീതിയിൽ ജാഗ്രതയോടെ നോമ്പ് നോറ്റുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പുണ്യം പൂക്കുന്ന, ആരോഗ്യം നിറയുന്ന ഒരു റംസാൻ നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് കഴിയുന്നത്ര ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം. നോമ്പ് കഴിഞ്ഞാൽ വിലയിരുത്തൽ കൂടെ എഴുതണം. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം.